ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ഒരാൾ, ഒരു പേരപ്പൻ ഒരാളുണ്ട്, ഭയങ്കര പ്രായമായിട്ട്, മറ്റേ ഡയറക്ടർ കമലിനെയൊക്കെ പല്ലിക്കും, തല ഫുൾ വൈറ്റ് ഹെയറൊക്കെ ആയിട്ട്. അപ്പോൾ ആള് 25 രൂപയാണ് വിശുദ്ധേട്ടൻ തരുന്നത് എല്ലാ വർഷവും. അപ്പോൾ ആ 25 രൂപ അല്ലാത്ത കണക്കാണല്ലോ. ഇപ്പം 2 10-ന്റെ നോട്ടും ഒരു 5-ന്റെ കോയിനും. അപ്പോൾ ഇയാള് ബാങ്കിൽ അവിടെ കണ്ടുപോയി, അന്ന് ATM ഒന്നും വന്നിട്ടില്ല, അപ്പം പുത്തൻ നോട്ട് എടുത്തുകൊണ്ട്, ബാക്കിയൊക്കെ നമ്മൾ മറ്റേ ചുളുങ്ങിയ നോട്ടൊക്കെയാണല്ലോ കൊടുത്തത്. പുള്ളിയുടെ മറ്റേ വട്ടി പോലത്തെ 2 നോട്ടും കള്ളനോട്ടാണോ എന്നൊരിക്കൽ തോന്നിയിട്ടില്ല. അതുപോലെ 25 രൂപ തരും. അപ്പം നമുക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമുക്ക് തരുന്നതിൽ ഏറ്റവും കൂടുതൽ പൈസ തരുന്നത് ഈ പുള്ളി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുള്ളി വന്ന് കാണുമോ. ഈ പുള്ളി വേറെ ഇവിടെ താമസിക്കുന്ന ആളാണ്. വിഷുവിൻ്റെ അന്ന് മാത്രം പുള്ളിയുടെ വീട്ടിൽ വരും. അതെൻ്റെ വീടിൻ്റെ കുടുംബത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു വീടാണ്. അപ്പം നമ്മൾ നൈസായിട്ട് വിഷു ആകുമ്പോൾ ഇറങ്ങി കറങ്ങിയ കുടുംബത്തോട്ട് പോണ വഴി പുള്ളി വിളിക്കും, തരും. ഇതാ സിസ്റ്റം. ആള് പോകായിരുന്നു. പുള്ളി ഒരു ദിവസം മരിച്ചുപോയി. അപ്പൊ നമ്മളിതുപോലെ ഞാനും ചേച്ചിയും അന്ന് കുഞ്ഞാണല്ലോ, ഇല്ല നമ്മളിതുപോലെ അപ്പൊ 25 തീർന്നു, നമുക്ക് അടുത്ത വിഷയം കളക്ഷൻ 25 കുറവാ.